നമസ്കാരം. ഒരു 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ സ്ത്രീയിലും പുരുഷനിലും ഒക്കെ കാണുന്നതാണ് എല്ലിൻ്റെ ബലം കുറഞ്ഞു വരിക എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് ഇത് കാൽസ്യം ശരിയായിട്ടുള്ള രീതിയിൽ ആഗിരണം ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു കാരണമാകാം. ആയുർവേദ കൂട്ടുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഒടിഞ്ഞ എല്ലുകളെപ്പോലും പഴയ സ്ഥിതിയിലാക്കാനും അതുപോലെ എല്ലിൽ ഒക്കെ തന്നെ ബലം നിലനിർത്താനും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് തടയാനും ശരീരത്തിലെ ക്ഷീണം അകറ്റാനും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് സന്ധിവേദന, നീർക്കെട്ട് ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് ഏതാണെന്ന് പരിചയപ്പെടാം. വീഡിയോ മുഴുവനായിട്ട് കാണണം, കാരണം അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതും വീഡിയോയുടെ അവസാനം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ ഒന്നാമത്തേത് ലാസിഫെല്ലാക്ക എന്ന ഒരു ഷഡ്പദം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശയാണ് ലാക്ഷ അല്ലെങ്കിൽ കോലരക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് അസ്ഥികളിലും സന്ധികളിലും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ആ ഒരു ബലം കൂട്ടുന്നതും എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്നതും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തടയാനും ജോയിൻറ്റിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. പ്രധാനമായിട്ടും മുഖത്തുണ്ടാവുന്ന മുഖക്കുരു അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളോ പ്രായമാകുന്നതിനനുസരിച്ച് വരുന്ന ഏജ് സ്പോട്ടുകൾ, മുഖത്ത് വരുന്ന മറ്റുള്ള കളർ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സ്കിന്ന് നല്ല യങ് ആയിട്ട് ഇരുത്താനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ചർമ്മത്തിനായുള്ള മരുന്നുകളിലും ആയുർവേദ മരുന്നിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒന്നുകൂടിയാണ്. ഇത് അങ്ങാടി കടകളിൽ ലഭിക്കുന്ന ഒന്നാണ്. ഇരുണ്ട നിറത്തിൽ ഇത് കാണാം. നമുക്ക് ഗുണം ലഭിക്കാൻ നല്ല ഗുണമുള്ള കോലരക്ക് തന്നെ കിട്ടണം. വലിയ വിലയൊന്നുമില്ല, എന്നാൽ ഇതിൻ്റെ കൃത്രിമ രൂപങ്ങളും ധാരാളം മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് ശുദ്ധമെങ്കിലേ ഗുണം ലഭിക്കുകയുള്ളൂ. ചർമ്മം നിറം വയ്ക്കുന്നതിനും മുഖത്തെ പാടുകൾ മാറാനും കുരുക്കൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും നമുക്ക് ഉപയോഗിക്കാം. കോലരക്ക് തന്നെ 3 തരമുണ്ട്. മുഖത്തിനായി ഉപയോഗിക്കുന്നത് മഞ്ഞ വിഭാഗത്തിലുള്ളതും മറ്റുള്ളത് സാധാരണ രീതിയിൽ മരുന്നുകൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. തനിയെ ഒരിക്കലും മുഖത്തിടരുത്. മുഖത്തിന് കളറ് പിടിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഇതൊരു ചുവന്ന നിറമുള്ളതാണ്. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് പിന്നീട് അരിച്ചെടുത്ത് ഒക്കെ തന്നെ അഴുക്കുകൾ നീക്കിയൊക്കെ അങ്ങനെ നല്ല വൃത്തിയിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. കോലരക്ക് അഥവാ ലാക്ഷ എന്നുള്ളത് തന്നെ നമുക്ക് ഇത്തരം സന്ധിവേദനകളിലും അല്ലെങ്കിൽ എല്ലിൻ്റെ ബലം കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ലാക്ഷാദി ഗുഗുരു എന്നുള്ളൊരു ഫോമിലാണ്. ഇത് ജോയിൻറ്റുകളെയൊക്കെ തന്നെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താനായാലും അല്ലെങ്കിൽ എല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൽ കണങ്കാൽ വേദന, ഓസ്റ്റിയോപോറോസിസ്, ചില ബൾജ് ഉണ്ടെങ്കിലോ ഉളുക്കോ അല്ലെങ്കിൽ പുറം വേദന ഉണ്ടെങ്കിൽ പേശികളുടെ കാഠിന്യത്തിലും ഇത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അസ്ഥികളുടെ ഒടിവ് പെട്ടെന്ന് ഭേദമാക്കാൻ സഹായിക്കുന്നുണ്ട്. അവാസ്കുലർ നെക്രോസിസ്, ഹൈപ്പോതൈറോയിഡിസം, ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് തുടങ്ങിയിട്ടുള്ള കേസിലും മെസ്സെല്ലിയുമായി ബന്ധപ്പെട്ട വേദന എന്നിവയിലൊക്കെ ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കോലരക്ക് എല്ല് ശക്തിപ്പെടുത്താനും അതുപോലെ ഒടിവ് സുഖപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിൽ തന്നെ ചങ്ങലം പരണ്ടയുണ്ട്. അത് എല്ലുകളുടെയും സന്ധികളുടെയും ഒക്കെ തന്നെ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ ഗുണമുള്ള ഒന്നാണ്. അതുപോലെ നീർമരുത്, അശ്വഗന്ധ, നാഗബല, ഗുഗുലു ഒക്കെ കൂടെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ലാക്ഷാദി ഗുഗുലു എന്ന് പറഞ്ഞിട്ടുള്ള ഔഷധം. അപ്പോൾ ഇത് തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഇത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. അത് ഓരോ രോഗാവസ്ഥയ്ക്കും രോഗിക്കും അനുസരിച്ച് 1 മുതൽ 2 ടാബ്ലറ്റ് വരെ 2 നേരമൊക്കെ കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഗുളിക രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. ഇനി ഇതൊരു പൗഡർ ഫോമിൽ നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധീകരിച്ചിട്ടുള്ള നല്ല ലാക്ഷ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1/2 ടീസ്പൂൺ വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പാലിൽ, നല്ല ചൂടുള്ള പാലിൽ കുതിർത്തിട്ടോ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതിന് ശേഷമോ നിങ്ങൾക്ക് ഇതുപോലെ പിറ്റേ ദിവസം അത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടും കഴിക്കാൻ പറ്റും. ഇനി ചൂർണ്ണം രൂപത്തിലാണെങ്കിൽ തന്നെ പാലിൽ കുതിർത്ത് കഴിക്കുന്നതോ ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതോ 1/2 സ്പൂൺ തന്നെ ധാരാളം മതി. അല്ലെങ്കിൽ നെയ്യോ തേനോ ചാലിച്ചിട്ട് അങ്ങനെ കഴിക്കാവുന്നതുമാണ്. സ്നിഗ്ധാച്ച തുവരാ ലഘു, അതായത് ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ തന്നെ നമുക്കൊരു ബോഡിക്കൊരു ശക്തി വരുത്താനും അതുപോലെ വർണ്ണീയകരമായിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ തന്നെ നല്ലൊരു തിളക്കം ലഭിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഇനി മെനോറേജിയ കേസിൽ നല്ല സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കേസിലൊക്കെ ആണെങ്കിൽ അതൊന്ന് നിർത്താനായിട്ട് നമുക്കിതുപോലെ
ലാക്ഷ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് നല്ല തിളപ്പിച്ച പാലിൽ ചേർത്തിട്ട് കഴിക്കുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഡെൻ്റൽ കേരീസ് പോലുള്ള പല്ലിന് വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഈ കോലരക്കിന് കൂടെ തന്നെ തേനും കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്തിടുന്നതൊക്കെ നല്ലതാണ്. ചന്ദനബല, ലാക്ഷാദി തൈല, ലാക്ഷാദി ഗുഗുലു, ലാക്ഷാദി ഓയിൽ ഇതൊക്കെ തന്നെ ലാക്ഷ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഒരു ഡെലിവറിക്ക് ശേഷമൊക്കെ തന്നെ മസിലിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ടിഷ്യൂസിൻ്റെ ടോണിനും ഒക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ പറയാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലാക്ഷാദി ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത് പലപ്പോഴും ന്യൂറാൾജിയ അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ട് വരുന്ന വേദനകളും കടച്ചിലും തരിപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കാൻ പറയാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാൻ ആ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനും ആ ഒരു ടോണിന് വ്യത്യാസം വരും എന്നതിന് പുറമെ നല്ല മസിൽ സ്ട്രെങ്ത് ആവാനും ഒക്കെ തന്നെ സഹായിക്കാറുണ്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടിയാണ്. പിന്നെ സ്കിന്നിലൊന്നും ഇൻഫെക്ഷൻ വരാതെ നല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം വേദനയുള്ള ആളുകൾക്ക് പോലും ഇത്തരം അവസ്ഥയിൽ നമുക്കിതിനെ അത്തരം ഭാഗങ്ങളിൽ പുരട്ടിയിടാനും ദേഹം മുഴുവൻ തേച്ച് കുളിക്കാനും സഹായിക്കുന്നതും കൂടെയാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കുറുന്തോട്ടി അല്ലെങ്കിൽ അതിബല വൻകുറുന്തോട്ടി എന്നൊക്കെ പറയും. ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേരാണ് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ടൊരു 4-5 കുറുന്തോട്ടിയുടെ വേര് പിഴുതെടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറുന്തോട്ടിയാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം. അതൊന്ന് വേര് ഭാഗം മാത്രം ഒന്ന് വെട്ടിയെടുത്ത് അത് നന്നായിട്ടൊന്ന് ചതച്ച് ഒരു ചെറിയ കോര ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിലോ ഒന്ന് കിഴി കെട്ടിയെടുത്ത് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവുമായിട്ട് വെച്ചും വറ്റിച്ച് അതൊന്ന് കുറുകി ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. എന്നിട്ട് കുറുകി വന്ന് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിട്ട് പിന്നീട് അത് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാൽ കഷായം അല്ലെങ്കിൽ ക്ഷീരപാക രൂപത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് വേദനയും നീർക്കെട്ടൊക്കെ ഉള്ള ആളുകൾക്ക് പാലിൽ തിളപ്പിച്ച് കഴിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് സാധാരണ വെള്ളത്തിലിട്ട് ഇതുപോലെ ഒരു ഡിക്കോക്ഷൻ പോലെ തയ്യാറാക്കി എടുക്കാം. 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് 1 ഗ്ലാസ് ആക്കിയൊക്കെ വറ്റിച്ചെടുത്തിട്ട് അത് ഡിക്കോക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഫ്രഷ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ ഇതിൻ്റെ ഉണങ്ങിയ രൂപം കിട്ടും വേരിൻ്റെ, അത് ഉപയോഗിച്ചോ ചെയ്യാവുന്നതാണ്. ഇനി അതിബല എന്നുള്ളതും അത് വൻകുറുന്തോട്ടിയാണ്. ബലാസ്നിഗ്ധ ഹിമ സ്വാദുർവൃഷ്യ ബല്യ തദൂഷനുത് എന്ന് പറയുന്നത്, അതായത് അതിബല എന്നുള്ളതായാലും കുറുന്തോട്ടി വൻകുറുന്തോട്ടിയും ഒക്കെ തന്നെ വളരെ വൃഷ്യമായിട്ടുള്ളതാണ്. അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് കൂടിയാണ്. ഇതിൻ്റെ പൂക്കളാണെങ്കിൽ വളരെ ശുക്രലമായിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സെമൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കൂട്ടാൻ പുരുഷന്മാർക്ക് സഹായിക്കുന്നുണ്ട്. ഇനി ചില ഭാഗങ്ങളിൽ വ്രണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് ഇതിൻ്റെ പുഷ്പം തന്നെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാനും പറയുന്നുണ്ട്. വാതഹരമായിട്ടുള്ളതാണ്. ഹൃദയഗതി ത്വരിതപ്പെടുത്താനും ശ്വാസവൈഷമ്യം ഇല്ലാതാക്കാനും ദാതിപുഷ്ടിക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വേദനയും പനിയും ഒക്കെ ശമിപ്പിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും നല്ലതാണ്. സമൂലം തന്നെ നമുക്ക് എടുക്കാം. കുറുന്തോട്ടി അല്ലെങ്കിൽ അതിൻ്റെ വേര് മാത്രമോ എടുത്ത് കഷായം വെച്ച് 30 മില്ലി വീതം ദിവസം 2-3 പ്രാവശ്യം എന്ന കണക്കിൽ പതിവായി കഴിച്ചാൽ ഗൊണോറിയ, അർശസ്, വാദവ്യാധികൾ, വാദജ്വരം അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ട് വരുന്ന പനിയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഇനി കുറുന്തോട്ടി വേര് സാധാരണ വിധിപ്രകാരം കഷായം വെച്ച് അരിച്ചെടുത്ത് അതിൽ അത്രയും തന്നെ പശുവിൻ പാലും ചേർത്ത് പാലിൻ്റെ അളവിൽ വീണ്ടും വറ്റിച്ചൊരു 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും ഗർഭിണികൾക്ക് 5-ാം മാസം മുതൽ പ്രസവം വരെ കൊടുത്താലും വലിച്ചിൽ, ക്ഷീണം ഇവയൊക്കെ മാറിക്കിട്ടും, നല്ല ഉറക്കം കിട്ടും, പ്രസവം സുഖപ്രദമാവും എന്നും പറയുന്നു. ഇനി കുറുന്തോട്ടി കഷായമായും കൽക്കമായും എടുത്ത് നല്ലെണ്ണയിൽ വിധിപ്രകാരം കാച്ചി അരിച്ച് വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു ബാഹ്യ ലേപ്പമായിട്ട് തന്നെ ഉപയോഗിക്കാറുമുണ്ട്. വാതിക ജ്വരത്തിന് ദർഭ, കുറുന്തോട്ടി, ഞെരിഞ്ഞിൽ സമമെടുത്ത് കഷായം വെച്ച് 25 മില്ലി വീതം അല്പം പഞ്ചസാരയും ചേർത്ത് ദിവസം 3 നേരം കുടിക്കാനും പറയാറുണ്ട്. ഇനി കരുനച്ചിയും ഇന്ദ്രയവും കുറുന്തോട്ടിയും വെളുത്തുള്ളിയും സമമെടുത്ത് കഷായം വെച്ച് 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും കുടിക്കാമെങ്കിൽ ആമവാദം, വാതരക്തം, വാദം ഇവയൊക്കെ ശമിപ്പിക്കും. ഇനി കുറുന്തോട്ടി വേര് വിധിപ്പുകാരും പാൽക്കഷായം ഉണ്ടാക്കി പതിവായി കുടിച്ചാൽ രക്തപ്രതരം, ശീതപ്രതരം ഇവയ്ക്കുമൊക്കെ തന്നെ ഭേദം കിട്ടുമെന്ന് മാത്രമല്ല ഇത് സന്ധികളിലെ വേദന മാറ്റി കിട്ടും, എല്ലിൻ്റെ ബലം കൂട്ടും. കുറുന്തോട്ടിയും ഇഞ്ചിയും ചേർന്നുള്ള കഷായം
പനി നിവാരണത്തിനും വളരെ പ്രയോജനപ്രദമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറുന്തോട്ടിയും വൻകുറുന്തോട്ടിയും നമുക്ക് ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ കോലരക്ക് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിൽ നമുക്ക് ഒന്നുകൂടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. നവര അരി നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഫൈൻ പൗഡറാക്കി അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കോലരക്കും സമം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പാലോ തേനോ തക്കാളി നീര് ഉരുളക്കിഴങ്ങ് നീര് മോര് ഇവയുടെ കൂടെയൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്, അത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റം വരുത്താം. ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ കുറുന്തോട്ടി പൽക്കഷായം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അല്പം എടുത്ത് മാറ്റി വെച്ചിട്ട് ഞവര അരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ കഷായത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ നല്ലതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്ന ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെയാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കിട്ടും. ഇനി ഇതിനു പുറമെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനാണെങ്കിൽ പാല്, മുട്ട, സോയാബീൻ, പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ചെറുപയർ ചെറുപ്രായത്തിലെ കുട്ടികൾ മുതൽ വലിയവർക്കും ഉപയോഗിക്കാം. പാലും മുട്ടയും സ്ഥിരമായി കഴിക്കുന്നത് ചിലപ്പോൾ മുതിർന്നവരിൽ കൊളസ്ട്രോൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കണം. ഇനി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ വൈറ്റമിൻ ഡി ഒക്കെ എടുക്കാനും പാടുള്ളൂ കേട്ടോ. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആഗിരണം നടക്കുകയുള്ളൂ കാൽസ്യത്തിൻ്റെ. വൈറ്റമിൻ കെ സപ്ലിമെൻ്റ് അസ്ഥിസന്ധികളുടെയും എല്ലുകളുടെയും പോഷണത്തിന് വളരെ സഹായകരമാണ്. ബ്രൊക്കോളി, കോളിഫ്ലവർ, ബീൻസ് മുതലായ ആഹാരത്തിലൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നതും പാലും പാലുൽപ്പന്നങ്ങളും കാൽസ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. എല്ലിൻ്റെ ആരോഗ്യം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ തരിപ്പും വേദനയും സന്ധിയിൽ വേദനയും നെർക്കെട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്, മുഖത്ത് ഇത്തരം ചർമ്മ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പലർക്കും ഭക്ഷണ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുമെങ്കിലും ഇത്തരം ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരിക്കും. അപ്പോൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ നേരിട്ട് കണ്ടേ ഉപയോഗിക്കാവൂ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.